സൈഡിലേക്കൊക്കെ ആന, കാട്ടുമൃഗങ്ങൾ മറ്റുമൊക്കെ ഉള്ള സ്ഥലങ്ങളുമാണ്. ഒരു തടാകമുണ്ട്, അവിടെയാണ് ആനയൊക്കെ വന്ന് വീഴും. അയ്യോ എൻ്റെ ഇപ്പൊ തന്നെ ഒരു മണം വരുന്നില്ലേ? ഉണ്ട്. ഉണ്ടോ? ആ ഉണ്ട്. ഇപ്പൊ തന്നെ തിന്നാൻ തോന്നുന്നുണ്ടോ? അല്ല അല്ല, കണ്ടോ ആ കമ്പ് കമ്പനി എടുത്തു. ഇങ്ങോട്ട് നോക്കണേ. ആ പ്രാർത്ഥന നോക്കണേ. അടിപൊളി, നല്ല പ്രഷറിലെ കാറ്റാ ഇവിടെ അടിക്കണേ കേട്ടോ. കാണിച്ചാൽ പൊക്ക, പാലിൽ ആരെങ്കിലും വെള്ളം ചേർത്താൽ പൊക്കായിരിക്കുന്ന ആള്. ഇതിന്റെ സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് നമ്പർ പറഞ്ഞിട്ടുണ്ട്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, വരിക, അടിച്ച് പൊളിക്കുക. ബൈക്കിൽ നിന്നൊക്കെ വീണായിരിക്കും അല്ലേ നീ കയറാൻ. അയ്യോ എന്നെ കൊണ്ട് ഇത് മനുഷ്യനെ മഞ്ഞൊന്ന് നെഞ്ചാമൂടി കടിച്ചിട്ട് തണുക്കുന്നുണ്ടോന്ന് എന്റെ പൊന്നു. ഞാനിപ്പോ നിൽക്കുന്ന ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോഴേ ദത്തൻ ചേട്ടനെ നല്ല ചൂട് ചായയൊക്കെ ആയിട്ട് എൻ്റെ ഉമ്മി ഇതാ കണ്ടോ. അപ്പോൾ രാവിലെ നമ്മൾ നല്ല ചൂട് ചായ കുടിച്ചുകൊണ്ട് നമുക്ക് മനോഹരമായ ഇവിടുത്തെ ചുറ്റുകാഴ്ചകളും ഒക്കെ ആയിട്ട് അടുത്ത ദത്തൻ ചേട്ടനുണ്ട് കൂടെ. ദത്തൻ ചേട്ടൻ്റെ മക്കളാണ്, രണ്ടുപേരുണ്ട്. മൂത്ത ആളാണ് ഇപ്പോൾ ഈ ക്യാമറ പിടിക്കുന്നത് കേട്ടോ. മൂത്താൽ ക്യാമറ പിടിക്കാൻ വേണ്ടിയുള്ള വലിപ്പമൊന്നും ഇല്ല, ആളിനെ കാണിച്ചു തരാൻ ജസ്റ്റ്. നിങ്ങളും തന്നെ ആ കണ്ടോ, നമ്മുടെ ക്യാമറമാനാണേ. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാടുണ്ടെന്നാണ് പറഞ്ഞതും ഞാൻ കണ്ടിട്ടും ഒക്കെ. ഭയങ്കര തണുപ്പാട്ടോ ഇവിടെ. ഏറ്റവും വലിയൊരു പ്രത്യേകത ഉണ്ട് ഇവിടെയൊക്കെ. നമ്മുടെയൊക്കെ വീട്ടിലും അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാൻ വേണ്ടേ? ഫാൻ ഇല്ലാതിരിക്കാൻ പറ്റുമോ? ഇവിടെ ഏതെങ്കിലും റൂമിൽ ഫാൻ ഉണ്ടോ എന്ന് നോക്കാം. വിശന്നിരുന്നേ മക്കളെ. ഓ അത് മൊത്തം കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ ഈ കാണുന്ന മലയ്ക്ക് മുകളിൽ പല സ്ഥലത്തൂടെ അരുവികളുണ്ട്. അപ്പോൾ അതായത് നല്ല രീതിയിൽ വെള്ളം, അരുവികൾ ഇതോ കണ്ടില്ലേ, നല്ല വെള്ളച്ചാട്ടങ്ങളുണ്ട്. ഒരുപാട് സ്ഥലത്ത് നമുക്കത് കാണാൻ കഴിയും. അതുപോലെ ഈ മലയ്ക്ക് മുകളിൽ ഈ ഒരു സൈഡിലേക്കൊക്കെ ആന, കാട്ടുമൃഗങ്ങൾ മറ്റുമൊക്കെ ഉള്ള സ്ഥലങ്ങളുമാണ്. അതുപോലെ ഇതിൻ്റെ മുകളിൽ പാൽക്കുളം എന്ന് പറഞ്ഞിട്ടൊരു തടാകമുണ്ട്. അവിടെയാണ് ആനയൊക്കെ വന്ന് വെള്ളം കുടിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇപ്പം ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ എത്തുമ്പോൾ അത് നമുക്ക് ആന വെള്ളം കുടിക്കുന്നതും മറ്റുമൊക്കെ കാണാൻ പറ്റിയാൽ അതും എല്ലാം നമ്മൾ എടുക്കുന്നതായിരിക്കും. ഓക്കെ. അതുപോലെ ദത്തൻ ചേട്ടൻ്റെ വീട് ഇതാണ്, കണ്ടില്ലേ? ഈ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആ മലയും. ഇവിടെ ഉള്ള എല്ലാ വീട്ടിലും ദാ ഈ ഒരു സാധനമുണ്ട്, കണ്ടില്ലേ? ജാതി. അങ്ങ് പോയിട്ട് മല ക്ലിയർ ആയിട്ടുണ്ട്. അയ്യോ എൻ്റെ പൊന്നേ, ഇത് മുയലിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. ആ ഒന്നുമില്ല കേട്ടോ. കണ്ണ് തുറന്നിട്ടില്ലല്ലേ? പച്ചമിക്കണ്ട കേട്ടോ. ചക്കടു അപ്പച്ചിന്റെ കയ്യിലിരിക്കണുണ്ടോ? ഇത് എത്ര കയ്യിലെത്ര? 4. ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത്. സവോളയേക്കാളും നമുക്ക് ഇറച്ചി കറി വെക്കാനും എന്ത് സാധനം ഉണ്ടാക്കാനും ഇറച്ചിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കേസിനും ചെറിയ ഉള്ളിയാണ് നല്ലത്.
കുറച്ച് അരിഞ്ഞ് നല്ലതാ. നമ്മളിതിനകത്ത് ഇടാൻ പോകുന്നത് കല്ലുപ്പാണ്. ഇതാ, ഇത് നല്ല കരിയാപ്പില, നാടൻ കരിയാപ്പില, കടയിൽ നിന്ന് മേടിച്ചല്ല, നമ്മുടെ കരിയാപ്പിൽ നിന്ന് പറിച്ചത്. അതിങ്ങനെ പറിച്ച് ഊരി തണ്ടും ഇതെല്ലാം കൂടെ മുറിച്ച് പാലക്കാട് നിന്ന് കൊണ്ടുവന്ന് പറയാൻ കൊള്ളുമല്ലോ. വെളുത്തുള്ളി ഇട്ടിട്ട് ഇനിയാണ് പണി. ഇവനെ എല്ലാം കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിക്കണം. അല്ല പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് ഇളക്കും. മൊത്തം മിക്സ് ആകണം. അങ്ങനെ എല്ലാം ഈ മസാലയും. ഇപ്പൊ തന്നെ ഒരു മണം വരുന്നില്ലേ? ഉണ്ട്. ഉണ്ടോ? ഉണ്ട്. ഇപ്പൊ തന്നെ തിന്നാൻ തോന്നുന്നുണ്ടോ? അല്ല അതില്ല. എന്നിട്ട് ഈ കരിയാപ്പില ഇങ്ങനെ വലിച്ചു കീറി ഇതെല്ലാം കൂടെ ഇങ്ങനെ വീടും. ഇങ്ങനെ ഇളക്കൊണ്ടിരിക്കും. ഞാൻ കീറി തന്നെ അറിയാം. എന്നോടുള്ള കലിപ്പുകൂടെ ഞാൻ ഇവിടെ കീറിക്കാം. ഇങ്ങനെ ഇവിടെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് ആമുക്കി ഇങ്ങനെ അങ്ങോട്ട് ആമുക്കിണ്ടല്ലോ. നമുക്ക് ഗരം മസാല ഇല്ലാത്തതിന് നമ്മുടെ നാടൻ രുചിക്കൂട്ടാണിത്. ഇത് കിട്ടാൻ മതി. അതിനത് അങ്ങോട്ട് ഇതിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ട് ഒന്നും കൂടി അങ്ങോട്ട് ശരിയാക്കും. ഇങ്ങനെ എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പിലോട്ട് അങ്ങ് വെക്കും. അവിടെ ഇരുന്ന് അങ്ങ് വേഗം 1 മണിക്കൂർ. തീ കൂട്ടിയിട്ട് എടുത്ത് ഞാൻ കഴിക്കാം. പിടിച്ച് വീണ്ടെടുക്കാം. കണ്ടോ? വന്നോ? അയ്യോ എന്നിട്ട് ഈ എല്ലാം ഇങ്ങനെ എടുത്തിട്ട് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ പൂമ്പിയിട്ട് വരണ ഇടയിൽ വെക്കാം. ബാക്കിയുള്ള പൂമ്പ പൂമ്പെന്ന് പറഞ്ഞത് അതെ. അത് വല്ലതും പറയാൻ എനിക്കറിയാം. പിന്നെ നമ്മുടെ സാധാരണ അടുപ്പാണ്. ഗ്യാസ് അല്ലല്ലോ ഉണ്ടാക്കുന്നത്. നോർമൽ അടുപ്പ് ഇന്ന് എന്താ മാത്രമേ ഇതിനൊരു സുഖം കിട്ടൂ. പക്ഷെ എന്റെ ഇവിടെ മുറിയുന്നുണ്ട്. വെല്ലുമുണ്ട് ശ്രമമുണ്ട്. അത് കുഴപ്പമില്ല. നീ ആർക്കുമൂത്ത് കഴിച്ചിട്ടില്ല മുറിയുന്നേ. പയ്യെ ഒരു പകുതി കുഴപ്പമില്ലല്ലോ. നിന്നെ ഇന്ന് പഠിപ്പിച്ചിട്ട് ഇവിടുന്ന് വിടുന്നുള്ളൂ. ഇതാണേ ഇട്ടോ മൊത്തം കേട്ടോ. ഇനി നമ്മള് ഇതങ്ങോട്ട് ഒരു ഇളക്കം എല്ലാം മിക്സാണ്ടേ. ഇതിന്റെ എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ആകണം. എന്നാലേ അതിന്റെ എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ആകണം. നമ്മൾ വെള്ളത്ത് പറഞ്ഞോളൂ. വളരെ പെട്ടെന്നായിരുന്നു. അടിപൊളിയായിരുന്നു. നീ കഴിച്ച് നോക്കുക. ആ കമ്പ് തന്നെ കമ്പ് നീ എടുത്തു. ഞാനിത് കഴിക്കട്ടെ കേട്ടോ. ഞാനല്ല ഞങ്ങളെല്ലാവരും ഇത് കഴിക്കട്ടെ കേട്ടോ. എല്ലാവരും കണ്ടല്ലോ. ബെഞ്ചേട്ടൻ്റെ മോനാണിത്. ചക്കര ഒന്ന് പട്ട കമ്പനിയാട്ടോ. ബെഞ്ചേട്ടൻ്റെ അമ്മയാണ്. സ്തുതി പ്രാർത്ഥന കഴിഞ്ഞു. സീപോർട്ട് ഫോണാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഈ സീപോർട്ട് ഫോണ് ഇതിലേക്ക് കണക്ട് ചെയ്യാം. ഇപ്പൊ കണക്ട് ചെയ്യുമ്പം നമുക്കിതാ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. സാധാരണ നോർമലി വരുന്നത്. ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടിരിക്കുന്നത് ഈ DH കമ്പാനിയൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് കണക്ട് ചെയ്തത്. മോനെ ഞാൻ പെട്ടെന്ന് പറയുന്നതുകൊണ്ട് ചിലപ്പം എല്ലാം മനസ്സിൽ നിൽക്കത്തില്ല. ഡൗട്ട് എന്തുണ്ടെങ്കിലും ചോദിക്കുക കേട്ടോ. ക്യാമറ ഇങ്ങനെ നൂത്ത് വെച്ചു. അപ്പം നമുക്ക് ആ ഫ്രണ്ടിൽ എന്തെങ്കിലും ഉണ്ട്. മേലോട്ട് ആ നല്ല അടുത്ത് വരുന്നുണ്ടോന്ന് അറിയാലോ. പോട്ടെ മുമ്പോട്ട്. ഓ മക്കൾ എങ്ങോട്ടോ പോണ്ട വെച്ചാൽ പോട്ടെ. അല്ല മുമ്പോട്ട് പോകുന്നതിന്. ആ അതെ. സ്തുതി മോളെ പേരെന്താണ്? പ്രാർത്ഥന. മക്കള് പ്രതീക്ഷ. സ്തുതി, പ്രാർത്ഥന, പ്രതീക്ഷ. മോന്റെ പേര് ജെർമിയ. ആ മോഞ്ഞു. അപ്പൊ അങ്ങനെ കുറച്ച്
എൻ്റെ പേര് രശ്മി. ഞാൻ അടിമാലി മോർണിംഗ് സ്റ്റാറിലാണ് വർക്ക് ചെയ്യുന്നത്. സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇവിടുത്തെ കംപ്ലീറ്റ് സ്ഥലങ്ങളും നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. പിള്ളേച്ചൻ്റെ മീൻ കട, അതിപ്പോൾ നമ്മൾ നല്ല കമ്പനി ആയിട്ടുണ്ട് അവിടെ കേട്ടോ. പിള്ളേച്ചൻ്റെ കട ഉണ്ടോ, ഇവിടെയാണ് നമുക്ക് ചിക്കനും മീറ്റും എല്ലാം ഇവിടെ കിട്ടുന്നത് കേട്ടോ. അതുപോലെ ദേ ഉണക്കമീനൊക്കെ ഇരിക്കുന്ന അരിപ്പ് കണ്ടോ. ആ പെരിയാറാണ് കേട്ടോ ആ കാണുന്നത് നിങ്ങൾ. ഇത് പൊളിച്ചു കേട്ടോ. ഇപ്പൊ കാണുന്നില്ലേ പെരിയാറ്, ഇതാ പോണ. അതുപോലെ അങ്ങ് അറ്റത്തല്ലേ ആ ഡാം, അത് ഏത് ഡാം? അത് കല്ലാറുകുറ്റി. കല്ലാറുകുറ്റി എന്ന് പറയുന്ന ഡാം ഈ റിവറിന്റെ അങ്ങേ എൻഡിൽ കാണുന്നുണ്ടോ. ഈ മലയ്ക്ക് മുകളിലായിട്ടൊരു കിണറുണ്ട്. ആ കിണറ്റിൽ നിന്നാണ് ഇവർക്ക് കുടിവെള്ളം കിട്ടുന്നത്. അത് കിട്ടുന്നതും ആ വെള്ളം എങ്ങനെയാണ് ആ വീടുകളിലേക്ക് എത്തിക്കുന്നതും എന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഈ അരുവിയാണ്. ഈ അരുവിക്ക് മുകളിലാണ് നമുക്ക് എത്തേണ്ടത്. അപ്പോൾ ഇവിടെ വെള്ളം വരുന്നതെന്ന് പറഞ്ഞാൽ ഈ പൈപ്പിലൂടെ, ഈ കാണുന്ന പൈപ്പുകൾ കണ്ടോ, ഇതിലൂടെയൊക്കെ വെള്ളം പോവാണ്. ഈ പൈപ്പുകൾ ഓരോ വീട്ടിലോട്ടുമുള്ള പൈപ്പ് ഇട്ടേക്കാണ്. ഈ പൈപ്പുകളിലൂടെയാണ് ഇവരുടെ കുടിവെള്ളം വരുന്നത്. അപ്പോൾ നമുക്ക് ആ കുടിവെള്ളം എവിടെ വരുന്നത്, ഈ കിണർ എവിടെയാ, അതിൻ്റെ മുകളിൽ എങ്ങനെയാ എന്താണെന്നുള്ളതൊക്കെ നമുക്കൊന്ന് പോയി കാണാം. അതുപോലെ രാത്രിയിലൊന്നും നമുക്ക് ഈ സ്ഥലത്ത് വരാൻ പറ്റില്ല, കാരണം പന്നീരെയൊക്കെ ശല്യമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും മുകളിലേക്ക് കയറാമേ. ഇതിലേ കൂടെ നടക്കാനേ മുണ്ട് മടക്കി കുത്തി നടക്കുന്നതാണ് ഭേദം. അപ്പം ഞാൻ ഇതെല്ലാം ഇവിടെ താഴേക്കുള്ള എല്ലാ വീടുകളിലേക്കുള്ള കുടിവെള്ളം പോണ പൈപ്പാണ് കേട്ടോ. ഇതാ കണ്ടില്ലേ. ഓ ഇത് മൊത്തം കൊക്കത്തോട്ടമാണ് കേട്ടോ. ആ ഒരു വെളിച്ചമുള്ള സ്ഥലത്തെത്തി. ഇതെന്തോന്നാ? ഒരു കിണറാണല്ലേ. ഇതും കുടിവെള്ളത്തിൻ്റെ ആണോ? ഓ, കുടിവെള്ളത്തിൻ്റെ പഞ്ചായത്തിൻ്റെ ഒരു കിണറാണ് ഈ കാണുന്നത്. നമുക്ക് ആ കാണുന്നതിൻ്റെ മുകളിലാണ് എത്തേണ്ടത്. അടിപൊളിയാണിത്. അവിടെ കിടന്ന് കുളിക്കാൻ പറ്റിയ സ്ഥലമാണ്. തോർത്തെടുത്തില്ല, അല്ലെങ്കിൽ ഞാൻ കുളിച്ചാണ് കേട്ടോ. ഒരു കുളിസീൻ കാണാമായിരുന്നു. ഇതാണ് ജാതി മരം കേട്ടോ. ഈ ഇടുക്കിയിൽ ഫുള്ള് കംപ്ലീറ്റ് വീടുകളിലും ജാതി നടും. നല്ലൊരു കൃഷിയാണ്, നല്ലൊരു വരുമാനമാണ്. ഇതേ ആ കാണുന്നതാണ് കിണർ. അപ്പോൾ അവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നതൊക്കെ. എന്നാൽ ഇത് മോട്ടർ വെച്ചിട്ടൊന്നുമില്ലല്ലോ, ഇറക്കമായതുകൊണ്ട് പൈപ്പ് ഇട്ടങ്ങ് എടുത്തേക്കുമല്ലേ, താഴോട്ട് പൈപ്പ് അങ്ങ് ഇട്ടേക്കും. അതിങ്ങനെ വെള്ളം കണ്ടിന്യൂസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഈറ്റക്കാട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ആ ഈറ്റക്കാട്ടിലേക്ക് പോകുന്ന വഴി കാണിച്ചു തരാം. ഇതാ ഇവിടെ നിന്ന് താഴേക്ക് കാണുന്ന ഇത് കണ്ടോ, ഇതുവഴി അങ്ങ് താഴെ ഇറങ്ങി പോകണം കേട്ടോ. നമുക്ക് ഇവിടെയൊക്കെ പിടിച്ച് മാത്രമേ, എൻ്റെ കർത്താവ്, ഓ മൈ ഗാഡ്, ഇവിടെ പിടിച്ചും എന്തിലെങ്കിലുമൊക്കെ പിടിച്ചിട്ടേ നമുക്ക് ഇറങ്ങാൻ പറ്റും കേട്ടോ. ഇത് മൊത്തം സ്ലിപ്പറി സ്ഥലമാണ്. ഒന്ന് ഞാൻ സ്ലിപ്പായി.
എൻ്റെ പൊന്നു, ഇതെങ്ങനെയുണ്ട്? ഇത് നമ്മൾ ക്യാമറ ഇത് എങ്ങനെ വെച്ചാൽ ഇതിൻ്റെ കറക്റ്റ് എഫക്റ്റ് കിട്ടുമെന്ന് എനിക്ക് വശമില്ല. നോക്കാം, പറ്റുമെന്ന് അറിയില്ല. വേണ്ട വേണ്ട വേണ്ട. അപ്പോൾ നമുക്കിങ്ങനെ ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ കേട്ടോ, നൂന്ന് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോ കണ്ടോ, മൊത്തം ഈറ്റ ഇങ്ങനെ മറിഞ്ഞിങ്ങോട്ട് കിടക്കുക. അതുകൊണ്ട് നമുക്ക് നൂന്ന് നിൽക്കാൻ പറ്റില്ല. ഇവിടെ ഇപ്പൊ ഇച്ചിരി എനിക്ക് നൂന്ന് നിൽക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ നിന്നത്. ഇനിയും താഴോട്ട് പോകുമ്പോൾ താഴോട്ട് നല്ല ഇതും ഇറക്കമാണ്. അതുപോലെ തന്നെ ഭയങ്കര ഇച്ചിരി ഇരുട്ടായി വരുന്നുണ്ട് താഴോട്ട്. ഓഹോ ഗായ്സ്, ഇപ്പൊ നിൽക്കുന്ന സ്ഥലം കണ്ടോ? ഹലോ, ഒരുപാട് താഴെ വന്നു ഞാൻ. അപ്പോ ഇവിടെ ഇനി താഴോട്ട് പോകുമ്പോൾ ഹെവി റിസ്ക് ആണ്. ഈ വെള്ളത്തിന്റെ ഒരു സുഖം ഉണ്ടല്ലോ. ജെസ്സി ചേച്ചി ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതൊക്കെ കൂടെ വർക്ക് ചെയ്യുന്നില്ലേ ചേച്ചി? പേരെന്നാ ചേച്ചിയുടെ? ജസ്റ്റീന സൊസൈറ്റി. ആ ആ ആയിക്കോട്ടെ. അപ്പോൾ അതെന്നാ ചേച്ചി, അത് ഓഫീസാണോ? ആ, എടുത്തൂടെ? ഇത് തന്നെ പാലെന്ത്? ആ, ഇത് എന്ത് ചെയ്യും? ഇത് പാല് ക്വാളിറ്റി എന്താന്ന് അറിയാൻ പറ്റും അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ആ, ഈ ഓരോ ഇതിനും വ്യത്യാസം, വേറെ വേറെ വിലയാ, ക്വാളിറ്റി അനുസരിച്ചല്ലേ? ഇതിപ്പോ എന്ത് എന്ത് ഓ, ഇതിലുണ്ട്. ആ, ഉടായ്പ കാണിച്ചാൽ പോക്കാം. ഇപ്പൊ ഈ പാലിന്റെ എന്താണ്, നല്ലതാണോ? വില കിട്ടുള്ളൂ. അപ്പൊ മാക്സിമം എത്ര വരെ കിട്ടും? 45 വരെ കിട്ടുന്ന. അതിന് എത്ര വരണം ഫാറ്റ്? അത് 5.2 വീഡിയോ അയ്യോ, അതൊക്കെ പറഞ്ഞേ. ആ അതെ, ഞങ്ങളൊരു സിനിമ നമ്മുടെ സാജൻ പള്ളുരുത്തി വന്നപ്പോ ഞങ്ങൾ ഫോട്ടോ എന്റെയും കൂടി നിന്നു. അപ്പൊ ചേച്ചിയുടെ പേരെന്നായിരുന്നു? ഷൈബി ചേച്ചി. ഷൈബി ചേച്ചിയാണ് കേട്ടോ ഇവിടുത്തെ പാലിൽ ആരെങ്കിലും വെള്ളം ചേർത്താ പൊക്കായിരിക്കണ ആള്. ഓക്കെ ചേച്ചി, എന്നാ ഞാൻ പോട്ടെ. ഇനി മഴ കാരണം 2 ദിവസമായിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. ഇച്ചിരി തോർച്ച കാണുന്നു, ഒന്ന് കേറാന്ന് വിചാരിച്ചു. പോട്ടെ എന്നാ, പോയിട്ട് വരേ. ചേട്ടൻ്റെ പേരെന്നാ ചേട്ടാ? എന്റെ പേര് ജോസ്. ജോസ്. ചേട്ടൻ്റെ? ജെയ്മോൻ. അയ്യോ, ചാനലൊന്നുമില്ല, എങ്ങും ആയോ? ഓടല്ലേ? എന്തോ അങ്ങനെ പേടിച്ചാ പിന്നെ ആ, മലയൊന്ന് കേറാനായിട്ടെ 2-3 ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. ഏറ്റവും വലിയ മനോഹരമായ ഒരു വലിയ ഒരു സംഭവമാണ്. അതെ അതെ അതെ. ആ, അപ്പോൾ നമ്മൾ പാൽക്കുളമേട് മല കയറാനായിട്ട് വന്നിട്ടേ നമുക്കിപ്പോൾ ഇവിടെ ബൈക്ക് വെക്കാനൊക്കെ സൗകര്യമുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ ആ സൗകര്യം അത് കഴിഞ്ഞാൽ പിന്നെ നടന്നു വേണം കയറാനായിട്ട്. അപ്പോൾ ഈ ബൈക്ക് ഇപ്പോൾ വെക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ചേട്ടൻ്റെ ഷോപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ചേട്ടൻ്റെ പേര് ചേട്ടൻ തന്നെ പറയാം. ചേട്ടൻ്റെ പേരെന്ന് പറഞ്ഞാൽ? എൻ്റെ പേര് സൂട്ടർ ജോർജ്. സൂട്ടർ ജോർജ് ആണ്. സൂട്ടർ ജോർജ്. ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പാൽക്കുളമേടാണ്. ഇവിടെ എൻ്റെ കടയാണ്. ഇത് വീടുണ്ട്. ഇത് ഇവിടെ ഗ്രൗണ്ടിൽ ഇവിടെ വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. ഇവിടെ ഞാൻ വരുന്ന ആളുകൾക്ക് ടെന്റ് അടിച്ച് കൊടുക്കുന്നുണ്ട്. ടെന്റ് അടിച്ച് 10-15 പേർക്ക് കിടക്കാവുന്ന ടെന്റ് ഉണ്ട്. ടെന്റ് അടിച്ച് വൈകുന്നേരം വന്ന് ഇവിടെ ക്യാമ്പ് ചെയ്തിട്ട് വെളുപ്പിന് ഒരു 5:30 മണിയാകുമ്പോൾ എല്ലാവരും മേട് കയറുന്നു. തിരിച്ചു വരുമ്പോഴും വൈകുന്നേരം വേണമെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ടെന്റ്. അപ്പം ഒരു 2 പേര് വരുവാണ്. 2 പേര് വന്നാൽ അവർക്കുള്ള ടെന്റിന് എന്ത് ചെലവാകും? 500 രൂപ. അത് ഒരു ദിവസത്തേക്ക്. 15 പേർക്ക് കിടക്കാവുന്ന ടെന്റിന് 1500 രൂപ വാടക. 15 പേർക്ക് കിടക്കാം. 15 പേര് കിടക്കുന്ന ടെന്റിന് 1500 ഒരു ദിവസത്തെ റെന്റ്. അപ്പോൾ ഒരു ദിവസം എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ വൈകിട്ട് 5 മണിക്ക് എടുത്താൽ നാളെ വൈകിട്ട് 5 മണി വരെ. അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ അതുപോലെ 2 പേർക്കാണെന്നുണ്ടെങ്കിൽ 500 രൂപയുടെ ടെന്റ്. അപ്പോൾ ഈ ടെന്റ് സൗകര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ചേട്ടൻ്റെ
ചേട്ടനെ സമീപിച്ചാൽ മതി. അപ്പൊ ഈ വരുന്നവർക്കുള്ള ഭക്ഷണം അതിലുണ്ടോ? അതില്ല, സെപ്പറേറ്റ്. അപ്പൊ ഈ ടെന്റിന് മാത്രമായിട്ട് റെന്റ് 500-ഉം 1500-ഉം. ചേട്ടനെ സമീപിച്ചാൽ മതി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ടെന്റ് സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരും. അതുപോലെ ഫുഡിന് എക്സ്ട്രാ ആവും. അപ്പൊ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ അത് പറയുക, അതും ചേട്ടൻ തന്നെ അറേഞ്ച് ചെയ്ത് തരും. ഫോൺ നമ്പർ കൊടുത്തേക്കാം ഞാൻ. ചേട്ടൻ ചേട്ടൻ തന്നെ പറഞ്ഞു. പേര് പറഞ്ഞായിരുന്നു, സൂട്ടർ ജോർജ് ആണ്. സൂട്ടർ ജോർജ്, പാൽക്കുളമേട്. എൻ്റെ ഫോൺ നമ്പർ പറയാം: 99 47 24 75 11. ഓക്കെ. 99 47 24 75 11. ഈ നമ്പറിൽ വിളിച്ചാൽ മതി. എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ പാൽക്കുളമേട് വരുന്നവർക്ക് ടെന്റ് അടിച്ച് ഇവിടെ സ്റ്റേ ചെയ്ത് രാവിലെയൊക്കെ കയറണം എന്നുണ്ടെങ്കിൽ എന്ത് കാര്യങ്ങളും ഫുഡിന്റെ കേസിന് എന്തിനും ചേട്ടനെ സമീപിച്ചാൽ മതി. ചേട്ടൻ നമ്പർ പറഞ്ഞിട്ടുണ്ട്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, വരിക, അടിച്ച് പൊളിക്കുക. കയറി പോവോ? ആണോ? ഒരു ചെറിയ ഷോർട്ട് ബ്രേക്ക്. ഞങ്ങളെ ഇതൊന്ന് കേറി തീർത്തോട്ടെ. അയ്യോ, നമ്മളിപ്പം വീണ്ടും മഞ്ഞ് മൂടി. ആക്ച്വലി നമുക്ക് കയറേണ്ടുന്നത് ഈ മഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ടോ അതിൻ്റെ മുകളിലാണ്. അത് ഞാൻ ഇപ്പോൾ ജസ്റ്റ് കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് കുറേ മഞ്ഞ് വന്നങ്ങ് മൂടി വീണ്ടും. അപ്പോൾ ആ മഞ്ഞൊന്ന് മാറുമ്പോൾ ഞാൻ കാണിക്കാം. എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് നടക്കാൻ പോവാണ്. കാരണം ഇനിയും കുറേ കയറാൻ. നീ ഇതിനു മുന്നേ പോയിട്ടുണ്ടോ? ഇപ്പൊ പോയി, ഇതിനു മുന്നല്ല. പോയിട്ട് ഇറങ്ങി വരുവാണോ? ഇറങ്ങി കേറാൻ നല്ല പണിയാ, ഇറങ്ങാൻ നല്ല സുഖം. അവിടെ പോയി കുറച്ചു നേരം കിടക്കാം. അതേ കുറച്ചപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ ആനക്കൂട്ടം കാണാം. നീ കണ്ടോ? എന്റെ പൊന്നട പോയി കാണാൻ കിട്ടണേ. നിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞേ. അടിപൊളി. ചെറുതായിട്ട് ആ കോടയൊക്കെ ഒന്ന് മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ മല കാണാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ശകലോ കുറേശ്ശെയൊക്കെ. അടിപൊളി തണുപ്പ്. ഇനി കയറാൻ എന്റെ കർത്താവേ, 3 കിലോമീറ്റർ കേട്ടോ. വളരെ ചെറിയ ദൂരമേ ഉള്ളൂ. 2 മിനിറ്റ് ഒന്ന് ഇരുന്ന ചിലപ്പോൾ എൻ്റെ ക്ഷീണം ഒന്ന് മാറി കിട്ടും. മഞ്ഞാണ് ഗൈസ്, നമുക്ക് ഒന്നും കാണിക്കാൻ പറ്റില്ല. മഞ്ഞ് മാത്രമേ ഇവിടെ കാണാൻ പറ്റൂ. തണുപ്പ്. ആ, നിങ്ങളിത് എന്ത് മനുഷ്യനെ മഞ്ഞ് വന്ന് നെഞ്ചാമൂടി കടിച്ചിട്ട് തണുക്കുന്നുണ്ടോന്ന്. എൻ്റെ പൊന്ന് വേണ്ടാട്ടോ, എനിക്ക് വാ തുറക്കാൻ കൂടി വയ്യ. അതെന്താ ഓർബിറ്റ് ഇടുമ്പോ എന്നെ പറ്റും? മഞ്ഞ് കൂടുന്നുണ്ടല്ലയോ, അവിടെ എല്ലാം അങ്ങ് മൂടി. അയ്യോ, ആ എടുത്തോ. താഴോട്ട് പോയോ കൊണ്ടാരോ. ഈ കാട്ടിലെ മൃഗങ്ങളെയൊക്കെ സമ്മതിക്കണം. ഒന്നുകൂടി എണ്ണ എന്റെ ഓനെ കാട്ടാന ഗൈസ്. ഓപ്പ് വാ. ഇതിനകത്തൊരു വെണ്ടയും കാണുന്നില്ലല്ലേ. ആ, മേളിക്കര കാണാതിരിക്കും. നടക്കാൻ പറ്റുന്നില്ലെന്നാ. ഞങ്ങള് അങ്ങനെ ജസ്റ്റ് ടോപ്പിലെത്തി. ആനപ്പിണ്ടമൊക്കെ കിടക്കുന്നത്, ആനപ്പിണ്ടം കിടക്കുന്നതെന്നല്ല, ഇവിടെ ഉണ്ട്.
കാരണം ലൈവിലി ഉണ്ട് സാധനം ആന കേട്ടോ. ഞങ്ങൾ താഴെ കണ്ടു, പക്ഷേ ഈ മഞ്ഞായതുകൊണ്ട് ഞാൻ ഡ്രോണ് പറത്തിയിട്ട് ഒരു കാര്യമില്ല, അറിയാലോ ഒന്നും കിട്ടില്ല. പിന്നെ ഇപ്പം മഴയും പെയ്യാൻ തുടങ്ങുന്നു. മൂവാറ്റുപുഴ ഞാൻ കൊല്ലമാണ്, ഇവരിവിടെ ഉള്ളത് പോകുന്നതുമില്ല. ഇവിടെയൊക്കെ ആന വന്നിരിക്കും, ഒന്നും കാണിക്കാൻ പറ്റത്തില്ല ഗൈസ്. ഭയങ്കര മഞ്ഞും കാറ്റും ഇതിപ്പം മഴയും, അതിഭീകരമായ കാറ്റും. മഞ്ഞിങ്ങനെ ജസ്റ്റ് ഒന്ന് പോവും, പിന്നെയും അതിൻ്റെ ഇരട്ടിയായിട്ട് കയറി വരിക, ഒന്നും കാണാൻ പറ്റത്തില്ല. ഞങ്ങൾക്കിപ്പോൾ ഉള്ള ആകെ ഭയം ആന മിണ്ടാതെ വന്ന് പുറയിലാണ് നിന്ന് തുമ്പിക്കൈ കൊണ്ടിങ്ങനെ ഹലോ മിസ്റ്റർ എൻ്റെ അമ്മീ നമ്മളെയും കൊണ്ട് കാറ്റ് അടിച്ച് നമ്മളെ കൊണ്ട് പോകുന്ന കണക്കുള്ള നല്ല പ്രഷറിലെ കാറ്റാണ് അടിക്കണം കേട്ടോ. അയ്യോ മഞ്ഞുമൂടി മൊത്തം മഞ്ഞിതായി കാണാലോ. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്തോ, ലെൻസിലൊക്കെ ക്ലിയർ ഉണ്ടോ ഒന്നും അറിയത്തില്ല, മൊത്തം മഞ്ഞാണ് മഞ്ഞ്. അയ്യോ നമ്മൾ വന്നതിൻ്റെയൊക്കെ ഇരട്ടി അങ്ങ് ആയി കേട്ടോ. അപ്പുറം ഇപ്പുറം ഒന്നും കാണാൻ പറ്റാത്ത ഒരവസ്ഥ കണ്ടില്ലേ. എൻ്റെ ചെവിയൊക്കെ അടഞ്ഞ്. വെയില് വരുന്നു. എന്റെ ദൈവമേ, ഒന്ന് മാറണ്ട പൊന്ന് കുരു പിടിച്ച മഞ്ഞ്. ഞാൻ കണ്ടു അടുത്ത് പോ. മഞ്ഞ് പോകുന്നില്ല ഗൈസ്. താഴെ കാടല്ലേ, വനമല്ലേ, താഴെ അതായത് മഞ്ഞിങ്ങനെ കയറി വരുന്നു. ഏകദേശം ജസ്റ്റ് മഞ്ഞൊന്ന് മാറിയിട്ടുണ്ട് ഇവിടെ. നിങ്ങൾക്ക് ഇപ്പോഴും കാണാൻ പറ്റുമോന്ന് അറിയാം. നനയാത്ത ഭാഗം ഒന്നുമില്ലല്ലോ ദൈവമേ. ലെൻസ് ഒന്ന് തുടങ്ങി. ഒളിപ്പിച്ചറിയാത്ത അകത്തുണ്ടോ എന്റെ ദൈവമേ. എന്റെ കൈ കാണാം, മഞ്ഞ് തന്നെ ഒന്നും കാണാൻ വയ്യ. കുട തുറക്കാൻ വിടുന്ന പാടുണ്ടോ. ഇത് എന്തുകൊണ്ടാ ഇത്? ഇവിടെ എങ്ങനെ വീടടിച്ച് കൂടണം, ഇവിടെ എങ്ങനെ വീടടിച്ച് കൂട്ടിയാ കൊള്ളായിരുന്നു. അപ്പൊ ഗൈസ് ഇവിടുത്തെ മറ്റ് നല്ല മനോഹരമായ കാഴ്ച കാണിക്കാൻ പറ്റിയില്ല ഗൈസ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ മഞ്ഞ് ഒരു രക്ഷയില്ലാത്ത മഞ്ഞ്. പിന്നെ ആനയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ നമുക്ക് എങ്ങനെങ്കിലും അങ്ങ് താഴെ പറ്റിയേ പറ്റൂ. ഇവര് വന്ന് മേലോട്ടൊക്കെ വന്നാലേ നമ്മൾ കാണത്തില്ല, ഒട്ടും കാണത്തില്ല. ഫ്രണ്ട് കണ്ടില്ലേ. അപ്പൊ അതാണ് അവസ്ഥ ഇവിടുത്തെ. അയ്യോ വീണ്ടും കൂടുക, മഞ്ഞ് കൂടി വന്നുകൊണ്ടിരിക്കുക. ദൈവങ്ങളെ, അമ്മാതിരി ഹൈറ്റിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ താഴോട്ട് പോകുന്നത്. കണ്ടോ കാണുന്ന ഹൈറ്റ് കണ്ടോ. ഇപ്പോൾ ഒരു ഇച്ചിരി വെട്ടമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മഞ്ഞ് പോകുന്ന കണ്ടോ ഗൈസ്. നിങ്ങൾ ഈ മഞ്ഞ് വരുന്ന വരല് കണ്ടോ. അയ്യോ എൻ്റെ പൊന്നടവേ. അതുകൊണ്ട് ഞാൻ കയ്യിൽ തന്നെയാണ് ക്യാമറ പിടിച്ചേക്കുന്നത്. അപ്പോൾ ചെറിയ ഷേക്കൊക്കെ വരും. സത്യം പറഞ്ഞാൽ ഈ ഗോപ്രോയൊക്കെ തന്നെ നല്ലത്. ഗോപ്രോ ഒക്കെ പൈസ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഗോപ്രോ ഒക്കെ മേടിച്ച് അതുമായിട്ട് വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എടുക്കാം. നമ്മൾ കയ്യിൽ പിടിച്ചാലും അത്ര ഷേക്ക് വരില്ല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പയ്യെ കൊണ്ട് അതൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. അപ്പോളേ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ വരാനും ഒക്കെ ആഗ്രഹമുള്ളവരൊക്കെ വരിക, വന്ന് നോക്കുക, എക്സ്പ്ലോർ ചെയ്യുക കേട്ടോ. നല്ലതാണ്.